ക്രിസ്മസ് പുതുവത്സര കാലത്ത് കൊച്ചിൻ കാർണിവൽ നടക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളൊക്കെ നോക്കാം. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്നേഹ, വലിയ ഗതാഗത നിയന്ത്രണങ്ങളും മറ്റുമുണ്ട്. ധാരാളം ആളുകളെ നമുക്ക് സ്ക്രീനിലും കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? എപ്പോഴാണ് സമാപന ചടങ്ങ്? നേതൃത്വം നൽകുന്ന കാർണിവൽ റാലി കൂടിയായിരിക്കും. ആരംഭിച്ചു കഴിഞ്ഞു. പരേഡ് ഗ്രൗണ്ടിലാണ് ഈ റാലി അവസാനിക്കുക. ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു റാലിയാണ്. നിരവധി ആളുകളാണ് ഈ റാലി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. മാത്രമല്ല ധാരാളം നിശ്ചല ദൃശ്യങ്ങളുണ്ട്. കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളുണ്ട്. അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള റാലി തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൊച്ചി മേയർ ഉണ്ട്, കൊച്ചി ഡെപ്യൂട്ടി മേയർ ഉണ്ട്, അങ്ങനെ അധികൃതർ എല്ലാവരും തന്നെയുണ്ട്. കൊച്ചി കാർണിവൽ കമ്മിറ്റി നേതൃത്വം നൽകുന്ന റാലിയാണ്. കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ കാർണിവൽ തന്നെയാണ് ഏറ്റവും വലിയ ഒരു ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ആഘോഷം. പക്ഷേ അത് പുറമേ നിന്നുള്ള ആളുകളൊക്കെ വന്നു ചേരുന്ന ഒരു ആഘോഷമാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഇവിടെ കൊച്ചി നിവാസികളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിൻ കാർണിവൽ റാലി തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലെ ആഘോഷം എന്ന് തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ് ഈ വർഷത്തെ ഇവരുടെ ഈ ഒരു പുതുവത്സര ആഘോഷത്തിന് സമാപനമാകുക. വെളി ഗ്രൗണ്ടിൽ നിന്നുമാണ് ഈ റാലി ആരംഭിച്ചത്. അതിനുശേഷം പരേഡ് ഗ്രൗണ്ടിലാണ് ഈ റാലിയുടെ ഒരു സമാപനം. അതിനുശേഷം സമാപന സമ്മേളനം ഉണ്ടാകും. അതോടുകൂടി തന്നെ ഈ പുതുവത്സര ആഘോഷങ്ങൾക്കൊക്കെ ഇവിടെ സമാപനമാകും എന്നത് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 2 ഇടങ്ങളിലായാണ് ഇവിടെ കൊച്ചിയിൽ പപ്പാനിയെ കത്തിച്ചത്. കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം പപ്പാനിയെ കത്തിക്കലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതുവത്സരത്തിന്റെ ചടങ്ങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ 2 ഇടങ്ങളിലായാണ് പപ്പാനിയെ കത്തിച്ചത്. വിവരങ്ങൾ നൽകിയത്.